നമസ്കാരം. എല്ലാവർക്കും ഈശ്വരാനുഗ്രഹം കിട്ടട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് എല്ലാവരെയും ഞാൻ ഈ വീഡിയോയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. ഞാൻ ഇന്ന് പറയുന്ന വിഷയം 2026 വിഷുഫലമാണ് ഞാൻ പറയുന്നത്. അതും അത്തം നക്ഷത്രക്കാരുടെ വിഷുഫലം. മറ്റ് നക്ഷത്രങ്ങളുടെയൊക്കെ ഇതിനു മുൻപ് പറഞ്ഞു കഴിഞ്ഞു. അത്തം നക്ഷത്രക്കാർക്ക് ഈ വിഷുഫലം എങ്ങനെയുണ്ടെന്ന് നോക്കാം. 2026 ഏപ്രിൽ 14 ചൊവ്വാഴ്ച രാവിലെ 9:34 സൂര്യൻ തൻ്റെ ഉച്ചക്ഷേത്രമായ മേടൻ രാശിയിലേക്ക് പ്രവേശിക്കുക. അതും ചതയം നക്ഷത്രത്തിലാണ്. ചതയം നക്ഷത്രത്തിൽ ഇടവൻ രാശിയിൽ സൂര്യൻ തൻ്റെ ഉച്ചക്ഷേത്രമായ മേടൻ രാശിയിലേക്ക് പ്രവേശിക്കുന്നു, അല്ലെങ്കിൽ സംക്രമിക്കുന്നു. അന്നാണ് നമ്മൾ വിഷു ആഘോഷിക്കുന്നത്. എന്നാൽ ഇപ്രാവശ്യം ഏപ്രിൽ 14 15 വിഷു വരുന്നത്. കാരണം സൂര്യൻ മേടരാശിയിലേക്ക് സംക്രമിക്കുന്ന സമയം രാവിലെ 9:34 അപ്പൊ അതിനു മുമ്പ് സൂര്യോദയം കഴിഞ്ഞിട്ടുണ്ടാവും. അതുകൊണ്ടാണ് അത് പിറ്റേ ദിവസത്തേക്ക് വന്നത്. അപ്പോ ഏപ്രിൽ 14 പകരം ഏപ്രിൽ 15 തീയതിയും മേടം 1 പകരം മേടം 2 ഇപ്രാവശ്യം വിഷു ആഘോഷിക്കുന്നത്. വിഷുവിന്റെ ലക്ഷണം സൂര്യന്റെ മേടൻ രാശിയിലേക്ക് വരുന്ന സംക്രമണത്തിന്റെ ഫലമായി ആ സംക്രമ പുരുഷന്റെ ലക്ഷണമനുസരിച്ച് നക്ഷത്രങ്ങളെ 27 നക്ഷത്രങ്ങളെ രണ്ടായി വിഭജിച്ചിട്ടുണ്ട്. ഒന്ന് ശൂലമെന്നും മറ്റൊന്ന് ഷഡ്ഗമെന്നും രണ്ട് വിഭാഗത്തിലാണ് ഈ 27 നക്ഷത്രക്കാർക്ക് പഞ്ചാംഗ വിധിപ്രകാരമുള്ള വിഷുഫലം കിട്ടുന്നത്. അതിൽ ആദ്യശൂലം, മധ്യശൂലം, അന്ത്യശൂലം ഇതിൽ വരുന്ന നക്ഷത്രക്കാർക്ക് അത്ര ഗുണകരമല്ല ഈ വിഷുഫലം. എന്നാൽ ഷഡ്ഗത്തിൽ വരുന്ന നക്ഷത്രക്കാർക്ക് ആദ്യഷഡ്ഗം, മധ്യഷഡ്ഗം, അന്ത്യഷഡ്ഗം ഇതിൽ വരുന്ന നക്ഷത്രക്കാർക്ക് സർവാഭിഷ്ട സിദ്ധി ഉണ്ടാകുന്ന ഒരു സമയമാണ്. വിചാരിച്ച കാര്യങ്ങൾ പലതും അവർക്ക് നേടിയെടുക്കാൻ കഴിയുന്ന ഒരു സമയമാണ് ഈ സമയം, ഈ വിഷുഫലമായി ഉണ്ടാകുന്നത്. ഈ അത്തം നക്ഷത്രക്കാരുടെ കാര്യത്തിലേക്ക് നമുക്ക് വരാം. അത്തം നക്ഷത്രം മധ്യഷഡ്ഗത്തിൽ പെടുന്ന നക്ഷത്രമാണ്. പഞ്ചാംഗ വിധി പ്രകാരം ഈ നക്ഷത്രക്കാർക്ക് വിഷുഫലം, വിശേഷപ്പെട്ട ഒരു വിഷുഫലം ഇവർക്ക് കിട്ടും. ഇവർ വിചാരിക്കുന്ന പല കാര്യങ്ങളും ഇവർക്ക് നടപ്പിലാക്കാൻ കഴിയുന്ന ഒരു സമയമാണ് ഇവരെ സംബന്ധിച്ച് ഈ വിഷുഫലം. ലോക ബഹുമാനങ്ങൾ ഇവരെ തേടി വരും. ലോക ബഹുമാനങ്ങൾ ഇവരെ തേടി വരുന്ന ഒരു സമയം. സ്ഥാന പ്രാപ്തി കിട്ടുന്ന സമയം, അതായത് സ്ഥാനമാന ലബ്ധി കിട്ടുന്ന ഒരു സമയം. പ്രമോഷൻ, അതേപോലെ തന്നെ ജോലി സംബന്ധമായ കാര്യങ്ങളിൽ ഉയർച്ച, ജോലിയിൽ തന്നെ നല്ല വരുമാനം കിട്ടുന്ന, ആ ജോലിയിൽ നിന്ന് നല്ല വരുമാനം കിട്ടുന്ന സാഹചര്യങ്ങളും ഈ വിഷുഫലമായി ഉണ്ടാകുന്നതാണ്. അതായത് ജോലിയിൽ ഉന്നതി ഉണ്ടാകും എന്നർത്ഥം. പ്രവർത്തന വിജയം അല്ലെങ്കിൽ പ്രവൃത്തി വിജയം കിട്ടുന്ന സമയമാണ്. ഇവർ എന്ത് പ്രവൃത്തി ചെയ്താലും അത് ശുഭകരമായി സംഭവിക്കും. ആ പ്രവൃത്തി ശുഭകരമാവുന്ന പ്രവൃത്തികളായിരിക്കും ഇവർ ചെയ്യുന്ന ഓരോ പ്രവൃത്തികളും. മംഗളകർമ്മങ്ങൾ ഇവരുടെ കുടുംബത്തിലോ അല്ലെങ്കിൽ ഇവരുമായി ബന്ധപ്പെട്ട കുടുംബങ്ങളിലോ മംഗളകർമ്മങ്ങൾ നടക്കുകയും ആ മംഗളകർമ്മങ്ങളിൽ നിങ്ങൾ ചെന്ന് പങ്കെടുക്കുകയും ചെയ്യാനും ഇടവരുന്ന വിഷുഫലമാണ്. എൻ്റെ ഈ ചാനൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇതൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും നിങ്ങളുടെ കമൻറ്റുകൾ ഇടാനും ഞാൻ അഭ്യർത്ഥിക്കുകയാണ്. കാരണം നിങ്ങളുടെ
സബ്സ്ക്രൈബും ലൈക്കും കമൻറ്റുകളൊക്കെ ഈ ചാനലിൻ്റെ മുന്നോട്ട് പോകാനുള്ള ആ ഇതിൽ മുന്നോട്ട് പോകാനായിട്ട് അത് സഹായകരമാണ്. അതുകൊണ്ടാണ് നിങ്ങളുടെ ഈ സബ്സ്ക്രൈബ് അതേപോലെ തന്നെ ലൈക്കും കമൻറ്റും ചോദിക്കുന്നത്. അപ്പം ജോലിയിലും ഉയർച്ചയുണ്ടാവും, ജോലി സംബന്ധമായ ഉന്നതി ഉണ്ടാവും, മംഗളകർമ്മങ്ങൾ സംബന്ധിക്കും, സമൂഹത്തിൽ അംഗീകാരം കിട്ടുന്ന ഒരു സമയവും കൂടിയാണ്. സമൂഹം ഇവരെ അംഗീകരിക്കുന്ന ഒരു സമയം, ജനപ്രീതി കിട്ടുന്ന സമയമാണ് ഇവർക്ക്. പൊതുപ്രവർത്തകർക്ക് നല്ല സമയമാണ് ഈ പൊതുപ്രവർത്തകരെ സംബന്ധിച്ച്. ഈ അത്തം നക്ഷത്രക്കാരായിരിക്കണം കേട്ടോ. ജനങ്ങളുടെ പ്രീതിയും സ്നേഹവും ഇവർക്ക് കിട്ടാവുന്ന ഒരു ഫലമാണ് വിഷുഫലമായി വരുന്നത്. പൊതുപ്രവർത്തകർക്ക് പ്രശസ്തി ഉണ്ടാകുന്ന സമയം, കലാകാരന്മാർക്ക് പുരസ്കാരങ്ങൾ കിട്ടാൻ സാധ്യതയുള്ള സമയം, സർവകാര്യ വിജയം ഉണ്ടാകുന്ന സമയമാണ് ഇവരെ സംബന്ധിച്ച്. ചെയ്യുന്ന കാര്യങ്ങൾ ഉത്തരവാദിത്വത്തോടെ ചെയ്തു തീർക്കാൻ ഇവർക്ക് കഴിയുന്നതാണ്. ഇവരെ ഒരു കാര്യം ഏൽപ്പിച്ചാൽ ആ കാര്യം വളരെ ഭംഗിയായി ചെയ്തു തീർത്ത് കാണിച്ചു തരാൻ പറ്റുന്ന ഒരു സമയമാണ് ഇവരെ സംബന്ധിച്ച് ഈ വിഷുഫലമായി ഉണ്ടാകുന്നത്. അതായത് എന്ത് കാര്യത്തിൽ പ്രവർത്തിച്ചാൽ അതിനെല്ലാം ഒരു ശുഭ പര്യവസാനം ഉണ്ടാവുന്നതാണ്. ചെയ്യുന്ന കാര്യങ്ങൾ ഉത്തരവാദിത്തോടു കൂടി ഇവരെ ഏറ്റെടുക്കുകയും ചെയ്യും. വിശേഷപ്പെട്ട വസ്തുക്കൾ വാങ്ങാനോ അല്ലെങ്കിൽ സമ്മാനമായി കിട്ടാനോ ഇവർക്ക് ഇടവരുന്നതാണ്. ഗ്രഹനിർമ്മാണം തുടങ്ങാൻ ഇടവരും. ഇപ്പോ വീട് വെക്കാൻ ആഗ്രഹിക്കുന്നവർക്ക് ഗ്രഹനിർമ്മാണം നടത്താനുള്ള സാഹചര്യങ്ങൾ ഒത്തുവരും. അല്ലെങ്കിൽ ഗ്രഹനിർമ്മാണം തുടങ്ങാനുള്ള ഭൂമി വാങ്ങാനും ഭൂമി ക്രയവിക്രയങ്ങൾ ചെയ്യാനും, അതായത് ഭൂമി കൊടുത്തിട്ട് മറ്റൊരു ഭൂമി വാങ്ങാൻ, അവിടെ വീട് വെക്കാൻ, അങ്ങനെയുള്ള ഭൂമി ക്രയവിക്രയ അനുഭവങ്ങളും ഈ വിഷുഫലമായി ഇവർക്കുണ്ടാവുന്നതാണ്. ഗ്രഹനിർമ്മാണം നടത്തും. ഇനി ഗ്രഹനിർമ്മാണം നടത്തി തീർന്നിട്ടുള്ളവർക്ക് അതിൽ ഗ്രഹപ്രവേശനം നടത്താനും ഇവർക്ക് ഈ വിഷുഫലമായി നടക്കുന്നതാണ്. ബന്ധുജന സമാഗമങ്ങൾ ഉണ്ടാകുന്ന സമയം, അതായത് അകലെയുള്ള ബന്ധുക്കളൊക്കെ ഇവരെ കാണാൻ വരികയോ അല്ലെങ്കിൽ ഇവർ മറ്റു ബന്ധുക്കളുടെ വീട്ടിലേക്ക് പോവുകയോ ഒക്കെ ചെയ്താൽ ഒരു ബന്ധുജന സമാഗമങ്ങൾ ഉണ്ടാകുന്ന ഒരു സമയം വിഷുഫലമായി ഉണ്ടാകും. അകന്നു പോയവർ ഇവരുടെ അടുത്ത് തിരിച്ചു വരും. അകന്നു പോയവരെ ഇവരുടെ അടുത്തേക്ക് തിരിച്ചു വരും. കുടുംബത്തിൽ സമാധാനവും അംഗീകാരങ്ങളും സന്തോഷവും കിട്ടുന്ന ഒരു സമയമാണ് വിഷുഫലമായി ഇവർക്കുണ്ടാവുന്നത്. ചെയ്യുന്ന കർമ്മങ്ങളിൽ കർമ്മ പുരോഗതി ഉണ്ടാകുന്ന സമയം, മേലാധികാരികളുടെ പ്രശസ്തി അല്ലെങ്കിൽ മേലാധികാരികളുടെ ആശംസകൾ, ഇതെല്ലാം ഇവർക്ക് കിട്ടാൻ ഇടവരുന്നതാണ്. ഇവരുടെ മുകളിൽ ജോലി ചെയ്യുന്ന ആൾക്കാരുണ്ടെങ്കിൽ അവരിൽ നിന്ന് നല്ല വാക്കുകൾ കേൾക്കാൻ ഇവർക്ക് ഇടവരും. അതുകൂടാതെ സ്ഥാനമാനങ്ങൾ ഇവരെ കാത്തിരിപ്പുണ്ടാവും ഈ വിഷുഫലമായിട്ട്. വിദ്യാർത്ഥികളെ സംബന്ധിച്ചും ഇവർക്ക് പരീക്ഷകളിൽ ഉന്നത വിജയം നേടാനും കഴിയുന്ന സമയമാണ്. വിവാഹ സംബന്ധമായ പല കാര്യങ്ങൾക്കും തീരുമാനങ്ങൾ എടുക്കാൻ ഈ വിഷുഫലമായി കഴിയുന്നതാണ്. അങ്ങനെ പൊതുവെ നോക്കിയാൽ ഈ അത്തം നക്ഷത്രക്കാരെ സംബന്ധിച്ച് വളരെ വളരെ നേട്ടങ്ങൾ ഉണ്ടാകുന്ന ഒരു വിഷുഫലമാണ് ഇവരെ സംബന്ധിച്ച് ഉണ്ടാകാൻ പോകുന്നത്. എല്ലാവർക്കും നല്ല വിഷുഫലം കിട്ടട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഞാൻ ഈ വീഡിയോ ഇവിടെ അവസാനിപ്പിക്കുന്നു. നന്ദി, നമസ്കാരം. എൻ്റെ ഈ ജ്യോതിഷ പ്രോഗ്രാം നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ ഇത് സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ബെൽ ബട്ടൺ അമർത്താനും
മറക്കരുത്.